കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ മട്ടാഞ്ചേരിയുടെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൂതത്തെരുവും ജൂതപ്പള്ളിയുമൊക്കെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതനമായ യഹൂദ ആരാധനാ കേന്ദ്രം ഇന്നൊരു ചരിത്ര സ്മാരകമായി മാറിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ജൂതരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഏറെക്കുറെ ചരിത്ര സ്മാരകങ്ങളായി മാറിയിരിക്കുന്നു. അതിനുള്ള കാരണം ഇസ്രയേൽ എന്ന ജൂതരാജ്യമുണ്ടായതോടെ ഈ നാട്ടിലുണ്ടായിരുന്ന ജൂതർ ഇസ്രയേലിലേക്ക് കുടിയേറി എന്നതാണ്. ഏതായാലും ഇത് ആധുനിക കാലത്തെ ചരിത്രമാണെങ്കിൽ, പ്രാചീന കാലത്ത് കേരളം എന്ന ദേശത്തിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമൊക്കെ പല മതങ്ങൾ എത്തിച്ചേർന്നതായി നാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ വിദേശത്ത് നിന്ന് പല മതങ്ങളും എത്തിച്ചേരാൻ കാരണമായത് കേരളം എന്ന മേഖല പല മേഖലകളുമായും നടത്തി വന്ന വാണിജ്യം എന്ന കാരണം കൊണ്ടായിരുന്നു. ആ വാണിജ്യ ബന്ധത്തിൻ്റെ ചുവട് പിടിച്ച് പ്രാചീന കാലത്ത് തന്നെ കേരളത്തിൻ്റെ മേഖലകളിൽ എത്തിയ ഒരു മതമായിരുന്നു യഹൂദമതവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ കേരളത്തിൽ ജൂതന്മാർ എങ്ങനെ എത്തിപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ലോകത്ത് ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നായ, ഏതാണ്ട് 4000-ഓളം വർഷത്തെയെങ്കിലും ചരിത്രം പറയുന്ന, ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് ജൂതമതം അഥവാ യഹൂദമതത്തിൽപ്പെട്ടവർ. അത്രയും പഴക്കമുള്ള ചരിത്രം അവകാശപ്പെടാവുന്ന യഹൂദർ കേരളത്തിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നതുമായി ബന്ധപ്പെട്ട് പറയാൻ വ്യക്തമായ രേഖകൾ പൊതുവെ കുറവാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളും കേരളവുമായി പ്രാചീന കാലത്ത് തന്നെ നിലവിലിരുന്ന വ്യാപാര ബന്ധം പഠന വിധേയമാക്കുമ്പോൾ BC കാലഘട്ടത്തിൽ തന്നെ ജൂതന്മാർ കേരളത്തിലെത്തിയിട്ടുണ്ടാവും എന്ന് പറയാവുന്നതാണ്. മതപരമായ കുടിയേറ്റം എന്ന് പറയാനാവില്ലെങ്കിലും വാണിജ്യപരമായെങ്കിലും അവർ BC കാലഘട്ടത്തിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവാം. ഒപ്പം തന്നെ ഹീബ്രു ഭാഷയിൽ കാണുന്ന പല പദങ്ങളും തമിഴ് മലയാള ഭാഷകളിലെ പല പദങ്ങളോടും സ്വാദൃശ്യമുണ്ടെന്ന് ഭാഷാ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെയൊക്കെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് കൂടി ജൂതമതവും കടന്നിരിക്കാം. ഏതായാലും AD 1-ാം നൂറ്റാണ്ടിൽ സ്വന്തം രാജ്യത്ത് അനുഭവപ്പെട്ട മതപീഡനത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അവർ കേരളത്തിലെത്തി എന്നതാണ് പൊതുവെയുള്ള ഒരു നിഗമനം. AD 68-ൽ ജെറുസലേമിലെ ജൂത ദേവാലയം റോമൻകാർ നശിപ്പിച്ചതിനെ തുടർന്ന് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 10,000-ഓളം ജൂതമത വിശ്വാസികൾ കേരളത്തിലേക്ക് പലായനം ചെയ്യുകയും അന്ന് കേരളത്തിൻ്റെ മുഖമായിരുന്ന കൊടുങ്ങല്ലൂരിൽ എത്തുകയും ഉണ്ടായതായി പറയുന്നു. കേരളത്തിലെ ഭരണാധികാരികൾക്ക് ആ കാലത്ത് അന്യമതസ്ഥരോട് പൊതുവെ ഉണ്ടായിരുന്ന ഉദാര മനോഭാവം കടൽ കടന്നെത്തിയ ജൂതന്മാർക്കും അന്ന് അനുഗ്രഹമായി. രാജാവ് ഇവരെയൊക്കെ തന്നെയും ഉപചാരപൂർവ്വം സ്വീകരിച്ചത്രേ. പിന്നീടുള്ള നൂറ്റാണ്ടുകളിലും പലപ്പോഴായി ജൂതന്മാർ കേരളത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നമുക്ക് പരാമർശങ്ങൾ കാണാനാവും. ഏതായാലും കൊടുങ്ങല്ലൂർ എത്തിച്ചേർന്ന ആദ്യകാല ജൂതജനത പാലയൂർ, മാള, പുല്ലൂറ്റ് തുടങ്ങിയ മേഖലകളിലാണ് ആദ്യമായി താമസമുറപ്പിച്ചത്. തുടർന്ന് ചാവക്കാട്, മാടായി, പന്തലായനി തുടങ്ങിയ മേഖലകളിലേക്കടക്കം ജൂതജനത വ്യാപിച്ചു എന്നും പറയുന്നു. ജൂതരുടെ ആദ്യത്തെ വരവിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന നിലയിൽ ഇത്തരമൊരു അനുമാനത്തെ എതിർക്കുന്ന ധാരാളം പണ്ഡിതരെയും നമുക്ക് കാണാനാവും. എന്നാൽ പ്രാചീന കാലത്ത് ദാവീദിൻ്റെ മരണത്തിനപ്പുറം ഭരണമേറ്റെടുക്കുന്ന സോളമൻ്റെ ചരിത്രം വിഖ്യാതമാണല്ലോ. സോളമൻ്റെ ഭരണകാലത്ത് ജെറുസലേം നഗരമൊക്കെ സാമ്പത്തികമായും സാംസ്കാരികമായും അഭിവൃദ്ധി പ്രാപിച്ചതും പല ദേശങ്ങളിൽ നിന്ന് കച്ചവടക്കാരെ ആകർഷിച്ച് ജെറുസലേമിനെ ഒരു വലിയ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റിയതുമൊക്കെ ചരിത്രമാണ്. സോളമൻ്റെ ഭരണകാലത്ത് ഇസ്രയേൽ ജനത ഐശ്വര്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞിരുന്നു എന്നും പൊതുവെ പറയാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് കച്ചവടത്തിനായി ധാരാളം കപ്പലുകളും മറ്റും സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ഈ കപ്പലുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരികയും ആനക്കൊമ്പും മയിലും ചന്ദനമരവും ഉൾപ്പെടെ പല കാര്യങ്ങളും കയറ്റിക്കൊണ്ടുപോവുകയും ഉണ്ടായിട്ടുണ്ട്. അതായത് സോളമൻ്റെ കപ്പലുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി കേരളത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ BC 1000 കാലഘട്ടത്തിൽ തന്നെ കേരളത്തെക്കുറിച്ച് പ്രാചീന യഹൂദന്മാർക്ക് അറിവുണ്ടായിരുന്നു എന്ന് ഉറപ്പായും പറയാവുന്നതാണ്. അങ്ങനെ ഒരു വശം ഇരിക്കുമ്പോൾ പിൽക്കാലത്ത് സ്വന്തം നാട്ടിൽ അവർ മതപീഡനം നേരിട്ടപ്പോൾ രക്ഷയ്ക്കായി അവർക്കറിയുന്ന വാണിജ്യപരമായും സ്വീകരണ മനോഭാവത്തിലുമൊക്കെ മികച്ചു നിൽക്കുന്ന കേരളത്തിലേക്ക് അവർ പുറപ്പെട്ടു എന്ന് പറയുന്നതിൽ അതിശയോക്തിയും കാണാനാവില്ല. AD 1-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് അവർ ആദ്യത്തെ താവളമുറപ്പിച്ചത്. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതം വളർന്നപ്പോൾ ജന്മഭൂമിയിൽ കൂടുതൽ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും അതോടെ കൂടുതൽ ജൂതന്മാർ മറ്റ് ദേശങ്ങളിലേക്ക് ചിതറിത്തെറിച്ചതുപോലെ തന്നെ കേരളത്തിലേക്കും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ കേരളത്തിലെ പല ദേശങ്ങളിലും ജൂതന്മാർ വസിച്ചിരുന്നതിന് ആ കാലത്തെ സഞ്ചാരികളുടെ എഴുത്തുകൾ തെളിവുകളാണ്.
ചാവക്കാടുള്ള ജൂതക്കുന്നിൽ പണ്ടൊരു ജൂത ദേവാലയമുണ്ടായിരുന്നു. ജൂതന്മാർ ഇവിടം വിട്ടുപോയ സമയത്ത് ഈ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് വിളക്ക് കൊളുത്തുന്നതിന് ഒരാൾക്ക് പുരയിടം എഴുതി കൊടുത്തെന്നും അയാൾ കാലങ്ങളോളം ഇവിടെ വിളക്ക് വെച്ചതായും പറയുന്നുണ്ട്. മറ്റൊരു പ്രകടമായ മേഖലയാണ് മാടായിപ്പാറ എന്നത്. മാടായിയിലെ ജൂതക്കുളം എന്ന പേരിൽ പഴയൊരു കുളം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സ്ഥലവും ജൂതന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു എന്ന് പറയുന്നു. 16-ാം നൂറ്റാണ്ടിലെ ദ്വാർത്തെ ബർബോസ എന്ന പോർച്ചുഗീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടായിരുന്ന ജൂത കോളനിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഏതായാലും ആദ്യകാലങ്ങളിൽ വാണിജ്യപരമായ കഴിവുകൊണ്ടും ഭരണാധികാരികളുടെ ഉദാര മനോഭാവം കൊണ്ടും മറ്റ് മതസ്ഥരെ പോലെ തന്നെ ജൂതന്മാരും ഇവിടെ സാമൂഹിക സാമ്പത്തിക വാണിജ്യ രംഗങ്ങളിൽ പ്രാമാണികത നേടുകയുണ്ടായി. അതിനുള്ള കൃത്യമായ തെളിവാണ് AD 1000 ജൂതശാസനം എന്നത്. കേരളത്തിലെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വിശേഷപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ജോസഫ് റബ്ബാൻ എന്ന ജൂതവർത്തക പ്രമാണിക്ക് ചേര ചക്രവർത്തിയായ ഭാസ്കര രവിവർമ്മ 5 വണ്ണസ്ഥാനവും മറ്റൊട്ടനവധി അവകാശാധികാരങ്ങളും അനുവദിച്ചതായി അതിൽ പറയുന്നുണ്ട്. ആ കാലത്ത് രാജരാജ ചോളൻ ചേര സാമ്രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയോടടുക്കുന്ന കാന്തല്ലൂർ, വിഴിഞ്ഞം ഭാഗങ്ങൾ ആക്രമിച്ച് ഭാസ്കര രവിവർമ്മയെ പരാജയപ്പെടുത്തുന്നുണ്ട്. തെക്കൻ തിരുവിതാംകൂർ കീഴടക്കിയതിനപ്പുറം ചോളന്മാരുടെ തലസ്ഥാനം ലക്ഷ്യമാക്കിയുള്ള മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ വലിയ സഹായങ്ങൾ നൽകിയത് ജൂതന്മാരായിരുന്നത്രേ. അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിലാണ് വലിയ അവകാശങ്ങൾ ജൂതർക്ക് അന്ന് നൽകുന്നത്. പല ദേശങ്ങളിലുള്ള നാടുവാഴികളായിരുന്നു ഈ ശാസനത്തിൻ്റെ സാക്ഷിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നതും ഇതിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്രകാരം വിശേഷാൽ അധികാരങ്ങളോടെ ജീവിച്ചിരുന്ന ജൂതർ പോർച്ചുഗീസുകാരുടെ വരവ് വരെയും യാതൊരു അടിച്ചമർത്തലുകളും ഇല്ലാതെ ജീവിച്ചു എന്ന് പറയാം. എന്നാൽ പോർച്ചുഗീസ് കാലഘട്ടം ജൂതരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതകാലമായിരുന്നു. നിരന്തരമായ പീഡനങ്ങളുടെ ഒരു കാലം കൂടിയായിരുന്നു അത്. പറങ്കികളുടെ നിരന്തരമായ കയ്യേറ്റങ്ങളെയും അടിച്ചമർത്തലുകളെയും തുടർന്ന് ജൂതർ കൊടുങ്ങല്ലൂർ ഉപേക്ഷിക്കുകയും കൊച്ചി രാജാവിൻ്റെ അടുത്ത് അഭയം തേടുകയുമുണ്ടായി. രാജാവ് ഇവരെ തിരസ്കരിക്കാതെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയുമുണ്ടായി. അങ്ങനെയാണ് മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവും ജൂതപ്പള്ളിയുമൊക്കെ ഉണ്ടാവുന്നത്. ജൂതപ്പള്ളി നിർമ്മിച്ചിരിക്കുന്നത് 1567 എന്നാൽ ഇവിടെയും ജൂതർക്ക് പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പോർച്ചുഗീസ് ഗവർണറായിരുന്ന അൽബുക്കർക്ക് പോർച്ചുഗൽ രാജാവിന് എഴുതിയ ഒരു കത്തിൽ കൊച്ചിയിലുള്ള ഓരോ ജൂതന്മാരെയും ഇല്ലാതാക്കാൻ അനുവദിക്കണമെന്ന രീതിയിൽ കത്തുകൾ എഴുതിയിരുന്നു. ഇതിൽ തന്നെ പോർച്ചുഗീസുകാരുടെ അടിച്ചമർത്തൽ മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ജൂതരുടെ ജീവിതം മികച്ചു നിന്നെന്ന് പറയാം. അതായത് പോർച്ചുഗീസിനപ്പുറം വന്ന ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ കാലത്ത് ജൂതന്മാർ കേരളത്തിൻ്റെ മേഖലകളിൽ സുരക്ഷിതരായി തന്നെ കഴിഞ്ഞുകൂടി. ഈ ഒരു മധ്യകാലത്ത് അവർ അധികാരവും പ്രാമാണ്യവുമുള്ള ഒരു സമുദായമായും സാമ്പത്തികമായി പുരോഗതി നേടിയ ഒരു വിഭാഗമായും നിലകൊണ്ടു. കേരളത്തിലെ ജൂത ദേവാലയങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത് മട്ടാഞ്ചേരിയിലെ വെളുത്ത ജൂതന്മാരുടെ പള്ളി തന്നെയാണ്. കൊച്ചി സന്ദർശിക്കുന്ന ഏതൊരാളും മട്ടാഞ്ചേരി മേഖലയിലെ ജൂ ടൗണും പള്ളിയുമൊക്കെ സന്ദർശിക്കാതെ മടങ്ങാറില്ല. കൈകൊണ്ട് വരച്ച വെവ്വേറെ ചിത്രങ്ങളോടുകൂടിയ ചൈനയിൽ നിർമ്മിച്ച 256 പോർഷ്ലൈൻ തറയോടുകൾ 1567 പണിത ഈ ദേവാലയത്തിൻ്റെ നിലത്ത് പാകിയിട്ടുണ്ട്. AD 1000 ഭാസ്കര രവിവർമ്മൻ്റെ ചെപ്പേടും 1805 തിരുവിതാംകൂർ മഹാരാജാവ് സംഭാവന ചെയ്ത പൊൻകിരീടവും ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ മെക്കാള നൽകിയ വെള്ളി വിളക്കുകളുമൊക്കെ ഈ ദേവാലയത്തിലുണ്ട്. ഏതായാലും ജൂതപ്പള്ളി കൊച്ചിയിൽ വളരെയധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരിടമായി ഇന്നും നിലകൊള്ളുന്നു. വാണിജ്യാർത്ഥം കേരളത്തിലെത്തിയ ജൂതരുടെ കേരളത്തിലെ ചരിത്രം നൂറ്റാണ്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണെന്ന് പറയാവുന്നതാണ്. ലോകത്ത് ജൂത വിഭാഗത്തിന് സ്വതന്ത്രമായി ഒരു രാഷ്ട്രം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ലോകക്രമത്തിൽ അവർ പലയിടങ്ങളിലായി ചിതറി ജീവിച്ചു എന്ന് പറയാം. എന്നാൽ 1948 ഇസ്രയേൽ എന്ന നിലയിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ കേരളത്തിലെ ജൂതന്മാരും അങ്ങോട്ട് പോവാനും അവരുടെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളാനുമൊക്കെയുള്ള മതപരമായ ചിന്താഗതികളുണ്ടായി. അങ്ങനെ കേരളത്തിലെ ജൂതന്മാർ ഇസ്രയേലിലേക്ക് മടങ്ങുകയുണ്ടായി. മാളയിലെ ജൂതരാണത്രേ ആദ്യം നാടുവിട്ടത്. ജൂതപ്പള്ളിയും അവരുടെ ശ്മശാനവുമൊക്കെ മാള പഞ്ചായത്തിനെ ഏൽപ്പിച്ച് അവരൊന്നടക്കം ഇസ്രയേലിലേക്ക് കപ്പൽ കയറുകയുണ്ടായി. അവരെ പിന്തുടർന്ന് മറ്റുള്ളവരും. 1961 സെൻസസിലൊക്കെ കേരളത്തിൽ 359 ജൂതന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കണക്ക്. കാലം പിന്നെയും മുന്നോട്ട് പോയപ്പോൾ ആ സംഖ്യ പിന്നെയും കുറഞ്ഞു വന്നു. 1991 ആയപ്പോഴേക്ക് 120ഓളം ജൂതർ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന രീതിയിലാണ് കണക്ക്. ഇന്നത് വെറും 20-ൽ താഴെയാണെന്നും പറയുന്നു. ഏതായാലും ജൂതജനതയുടെ സാന്നിധ്യം ഇവിടെ ഏറെക്കുറെ നഷ്ടമായി കഴിഞ്ഞു.
എങ്കിലും അവരുടെ ചരിത്രം പറയുന്ന ബാക്കിയായ പല സിനഗോഗുകളും മറ്റുമൊക്കെ സർക്കാർ സ്മാരകമാക്കിയും മറ്റുമൊക്കെ സംരക്ഷിക്കുകയും മനുഷ്യർക്ക് ആ ചരിത്രത്തെ മനസ്സിലാക്കാനുള്ള അവസരമായും മാറ്റിയിട്ടുണ്ട്.